ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഈ വചന ശുശ്രൂഷയിലേക്ക് കടന്നു വരികയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ സ്നേഹത്തിലും ഐക്യത്തിലും കാത്തുരക്ഷിക്കണമേ. വചനത്തിന് സമൃദ്ധിയാൽ ഞങ്ങളെ എല്ലാവരെയും ശുദ്ധരാക്കി തീർക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ ഉള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുവാനായിട്ട് എടുക്കുക. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് അവിടുന്ന് കണ്ടു. വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടായി. വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർപെടുത്തി. വെളിച്ചമുണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് വചനം പറയുന്നത് ഇപ്രകാരമാണ്: അത് രൂപരഹിതവും ശൂന്യവുമായിരുന്നു. രൂപരഹിതവും ശൂന്യവും, പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല, ശൂന്യമായിരിക്കുന്ന ഒരവസ്ഥ. വെളിച്ചം ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ രൂപമുണ്ടായി, ഭാവമുണ്ടായി, അനുഗ്രഹമുണ്ടായി. വെളിച്ചത്തിലേക്ക് ഇറങ്ങുവാനായി വിളി കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ ദൈവമായ കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു, വെളിച്ചമായി. അവിടെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം അവരുടെ കൂടെ നടന്നിരുന്നു. വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് മുൻപോട്ട് പോവുക അസാധ്യമാണ്, ബുദ്ധിമുട്ടാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ രാവും പകലും അവൻ വെളിച്ചമായി, പ്രകാശമായി അവരോട് ഒത്ത് സഞ്ചരിച്ചിരുന്നു. വെളിച്ചത്തിൽ വസിക്കുവാനാണ് എല്ലാ മനുഷ്യർക്കും താല്പര്യവും ഇഷ്ടവും. അന്ധകാരത്തെ ആരും അധികം ഇഷ്ടപ്പെടാറില്ല. കറണ്ടുള്ള അവസ്ഥയിൽ വെളിച്ചം കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളാകെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. വെളിച്ചം വചനത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഈ വെളിച്ചത്തെക്കുറിച്ചുള്ള, പ്രകാശത്തെക്കുറിച്ചുള്ള പരാമർശം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് അങ്ങുമിങ്ങും നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുകയാണ്. മോസസിന് ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് മുൾപടർപ്പിലാണ്. വെളിച്ചത്തിൻ്റെ അവസ്ഥയിലാണ് ദൈവമായ കർത്താവ് മോസസിൻ്റെ മുൻപിൽ പ്രത്യക്ഷനാകുന്നത്. വെളിച്ചം അത് അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് വെളിച്ചം. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടല്ലോ. ഇരുളിൽ നിന്ന് വെളിച്ചത്തെ വേർതിരിച്ചു. വെളിച്ചം നല്ലതെന്ന് ദൈവമായ കർത്താവ് കണ്ടു. വെളിച്ചത്തിൻ്റെ അവസ്ഥ മനസ്സിനും ആത്മാവിനും ശരീരത്തിനുമൊക്കെ പ്രകാശം നൽകുന്ന ഒന്നാണ്. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുകയാണ്: ദൈവം പ്രകാശമാണ്. ദൈവം പ്രകാശമാണ്. പ്രകാശത്തിൻ്റെ ഉറവിടവും സ്രോതസ്സും എല്ലാം ദൈവം തന്നെയാണ്. അപ്പം ഈ പ്രകാശമായ ക്രിസ്തുവിലേക്ക് ഉൾച്ചേർന്ന് ജീവിക്കുവാനായിട്ടുള്ള ശ്രേഷ്ഠകരമായ വിളി ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും, പ്രകാശത്തിൻ്റെ മക്കളായിത്തീരാൻ. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത്, യേശു പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരു നാളും അന്ധകാരത്തിൽ വസിക്കില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. യേശു പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ ലോകം മുഴുവനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥമായ വെളിച്ചം ലോകത്തിലേക്ക് വന്നു യേശു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നിട്ട് യേശു പറയുകയാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരു നാളും അന്ധകാരത്തിൽ നടക്കുകയില്ല, ഇരുട്ടിൽ നടക്കുകയില്ല. മാത്രമല്ല ഒരു കാര്യം കൂടെ അവിടുന്ന് പറയുകയാണ്, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. ജീവൻ്റെ പ്രകാശമാണ് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം.
വെളിച്ചമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ ഓർക്കുകയാണ് 1998 ഒരമ്മയും കുഞ്ഞും കൂടെ പ്രാർത്ഥിക്കാൻ വന്ന ഒരു അനുഭവം ഇന്നും മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുകയാണ്. ആ കുഞ്ഞിന് ജന്മനാ തന്നെ കണ്ണിൻ്റെ കാഴ്ചയില്ലാതെയാണ് കുഞ്ഞ് ജനിച്ചത് തന്നെ. അവരൊരുപാട് ആശുപത്രികളിൽ കൊണ്ടുപോയി, ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കണ്ടു. പക്ഷേ വെളിച്ചത്തിലേക്ക് വരാൻ കുഞ്ഞിന് ഇന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ അമ്മ കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, അവിടെ ധ്യാനം നടക്കുന്ന അവസ്ഥയാണ്, പ്രാർത്ഥിക്കാനായിട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നതാണ്. അപ്പോൾ ഈ കൊച്ചിനെ തലയെ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചു. അമ്മച്ചിക്ക് ഈ കുഞ്ഞിനെ സ്വീകരിക്കാനും സ്നേഹിക്കാനുള്ള കൃപാവരം കൊടുക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. വെളിച്ചത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് കൊച്ചിന് അറിയത്തേയില്ല. ഈ കുഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ ഒന്നൊരു 8 വയസ്സ് പ്രായമുണ്ട് ആ കുട്ടിക്ക്. ആ കുട്ടി അമ്മയോട് ചോദിക്കുന്നത് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ഈ പ്രാർത്ഥന കഴിഞ്ഞല്ലോ, ഇനി എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടുമോ? അമ്മേ ഈ പ്രാർത്ഥനയും കഴിഞ്ഞല്ലോ എന്ന് വെച്ചാൽ അമ്മ ഇതിനു മുമ്പ് ഈ കുഞ്ഞിനെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കണ്ണിന് കാഴ്ച കിട്ടാൻ. ഈ കുട്ടി ചോദിക്കുകയാണ്, അമ്മേ പ്രാർത്ഥന കഴിഞ്ഞല്ലോ, ഇനി എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടുമോ? ആ കുഞ്ഞിന് അറിയത്തേയില്ല എന്താണ് പ്രകാശമായിട്ടുള്ള അവസ്ഥ എന്നതിനെക്കുറിച്ച്. പക്ഷേ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ആ കുഞ്ഞിന് അമ്മ കൊടുത്ത ദൈവത്തിൻ്റെ വലിയൊരു പ്രകാശമുണ്ട്. ദൈവിക തേജസ്സിൻ്റെ ഒരു ഉൾക്കാഴ്ച ആ കുഞ്ഞിനിൽ കൂടുതൽ ശോഭിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. അതല്ലെങ്കിൽ ആ കുഞ്ഞമ്മയോട് അങ്ങനെ ചോദിക്കുകയില്ല, അമ്മേ ഈ പ്രാർത്ഥനയും കഴിഞ്ഞല്ലോ, ഇനി എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടുമോ എന്നുള്ള കാര്യം. പ്രകാശമില്ലാത്ത അവസ്ഥ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തരുന്ന ഒരു കാര്യമാണ്. പ്രകാശത്തിൽ വസിക്കുകയാണെങ്കിൽ യേശു പറയുകയാണ്, അവന് പിന്നെ ജീവൻ്റെ ആ പ്രകാശം കൂടെ അനുഭവവേദ്യമാകും. അന്ധകാരം നമുക്ക് തരുന്ന ആ ഒരു സുഖം, ഒരു പക്ഷേ അത് ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ പാപാവസ്ഥകളിലും രോഗാവസ്ഥകളിലും കഠിനമേറിയ നൈരാശ്യത്തിലുമൊക്കെ നമ്മൾ വീണു പോകുമ്പോൾ ചിലപ്പോൾ എങ്കിലും ആ ദൈവിക പ്രകാശം നമ്മളെ നമ്മൾ തന്നെ ബോധപൂർവം അതിനകത്തുനിന്ന് മാറി നിൽക്കുന്ന ഒരനുഭവം നമുക്കുണ്ടായിരിക്കാം. പക്ഷേ യേശുക്രിസ്തുവിൽ സമ്പൂർണ്ണമായി വിശ്വസിക്കുകയും രാജാവും നേതാവും കർത്താവുമായി യേശുവിനെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരാളിൽ ദൈവികമായ തേജസ് വളരെ ശക്തമായ രീതിയിൽ ഉണ്ടായിരിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വചനം ശ്രേഷ്ഠകരമാണ്. വചനം ഇപ്രകാരമാണ്, നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ. പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന് പ്രകാശത്തിൽ വിശ്വസിക്കുവിൻ. അപ്പം ഈ പ്രകാശത്തിൽ വിശ്വസിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള ആ വലിയ ഒരു ബോധ്യമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് പ്രകാശത്തിൽ വിശ്വസിപ്പാൻ നമ്മളെ സഹായിക്കുന്നതും നമ്മളെ വഴി നടത്തുന്നതും. അതുകൊണ്ട് യേശുവാകുന്ന പ്രകാശം ഒരുവന് എന്ന് എപ്പോൾ എവിടെ വെച്ച് നഷ്ടമാകുന്നോ അവൻ അന്ധകാരത്തിൻ്റെ അവസ്ഥയിലേക്കായിരിക്കും പിന്നീടുള്ള അവൻ്റെ യാത്രകൾ ഓരോന്നും ചെന്ന് എത്തുക. കത്തി എരിയുമ്പോഴാണ് പ്രകാശം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. എണ്ണത്തിരി നമ്മൾ കത്തിക്കുമ്പോൾ ആ എണ്ണ കത്തി 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 അത് ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. അതല്ലെങ്കിൽ വിറക് നമ്മൾ കത്തിക്കുമ്പോൾ വിറക് കത്തി കത്തി വിറക് പിന്നെ നമുക്ക് കാണാനായിട്ടില്ല. തിരിയാണേലും അങ്ങനെ തന്നെ, വെളിച്ചം പോയി കഴിയുമ്പോൾ നമ്മൾ തിരി കത്തിച്ചു വെക്കും. പക്ഷേ ആ തിരി ഉരുകി 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 അവസാനം തിരി ഇല്ലാതായിത്തീരുന്നു. ഇല്ലാതായിത്തീരുന്ന അവസ്ഥയിലൂടെ കടന്നു വരുന്ന പ്രകാശം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തിൻ്റെ പ്രകാശമാണ് നമ്മൾ എന്ന് വെച്ചാൽ കത്തിത്തീരേണ്ടവർ, കത്തിത്തീർന്നുകൊണ്ട് അവരന് വെളിച്ചം കൊടുക്കേണ്ടവർ. കഴിഞ്ഞ ദിവസം ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് വന്ന 42 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. കഴിക്കാത്തതിന് കാരണം എൻ്റെ പപ്പ നേരത്തെ മരിച്ചുപോയി. എൻ്റെ അമ്മ ഒരു വീഴ്ചയിൽ തുടർന്ന് തളർന്നുപോയി. അമ്മയ്ക്ക് എഴുന്നേക്കാൻ മേലാതെ കട്ടിലേലാണ്. അവർ 2 ആൺപിള്ളേരാണ്. ഇത് ചേട്ടൻ അനുജനും കല്യാണം കഴിച്ചിട്ടില്ല. അവന് 39 വയസ്സ് പ്രായമുണ്ട്. മൂത്ത ഈ സഹോദരന് 42 വയസ്സ് പ്രായം. അമ്മയെ ഒരാൾ മുഴുവൻ നേരവും അമ്മയുടെ അടുത്ത് വേണം. എഴുന്നേൽപ്പിക്കണം, കിടത്തണം, തലയിരി കൊടുക്കണം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, തുണി അലക്കണം. ഈ അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ മൂത്ത മകനാണ്. രണ്ടാമത്തെ മോൻ എന്ന് പറഞ്ഞാൽ അവൻ ഭക്ഷണം ഉണ്ടാക്കി വെക്കും, മുറ്റവടിക്കും, പരതൂക്കും, വീട്ടിലെ അത്യാവശ്യം പറമ്പിൻ്റെ കാര്യങ്ങളൊക്കെ അതെല്ലാം അവൻ നോക്കും. പക്ഷേ ഈ മൂത്ത മകൻ മുഴുവൻ സമയവും അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യുകയാണ്. അമ്മയെ നോക്കുകയാണ്. വേലക്കാരികളൊന്നുമില്ല, ആത്മാർത്ഥമായിട്ട് അമ്മയെ നോക്കുകയാണ്.
ഈ സഹോദരൻ പറയാണ്, സിസ്റ്റർ ഞാൻ ധ്യാനിക്കാൻ പോകുന്നപ്പോൾ എൻ്റെ അനുജനെ അമ്മച്ചി ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ ഒരു കസിനും വീട്ടിൽ വന്ന് നിൽപ്പുണ്ട്. അമ്മച്ചിക്ക് അടുത്തപ്പോൾ 2 പേര് വേണം. ഈ മകൻ അമ്മയ്ക്ക് വേണ്ടി അവിടെ ഇല്ലായ്മ ചെയ്യുകയാണ്, കത്തി എരിയുകയാണ്. ഈ കടലിൽ കിടന്ന് ഈ മക്കളുടെ ശുശ്രൂഷ സ്വീകരിക്കുന്ന അമ്മ, ഈ അമ്മയെക്കുറിച്ച് ഈ മകൻ പറയാണ്, സിസ്റ്ററെ അമ്മയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. എത്ര വർഷം വേണമെങ്കിലും, എത്ര കാലഘട്ടം വേണമെങ്കിലും ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഞങ്ങൾ ഈ നിലയിലെത്തിയത് ഞങ്ങൾക്കുള്ള സമ്പാദ്യങ്ങൾ, ഞങ്ങൾക്കുള്ള കൃഷിയിടങ്ങൾ എല്ലാം അപ്പൻ്റെ മരണശേഷം അമ്മ തനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അമ്മയാണ് ഞങ്ങളുടെ വീടിൻ്റെ വെളിച്ചമായിട്ട് ഉള്ള ആൾ. എന്നിട്ട് ഈ സഹോദരന് ഷെയർ ചെയ്യുകയാണ്, സിസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, എൻ്റെ അമ്മച്ചിക്ക് ഒന്ന് എഴുന്നേറ്റ് നടന്ന് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യം കൊടുക്കണമേ എന്ന് സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ മതി. അവിടെ അമ്മച്ചിയെ നോക്കാൻ വേണ്ടി വിവാഹ ജീവിതം പോലും മാറ്റിവെച്ച് അവൻ പറയുന്നത്, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ നേരമില്ല. അമ്മയുടെ ശുശ്രൂഷകൾ കഴിഞ്ഞ് വിവാഹ ജീവിതത്തെക്കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാൻ നേരമില്ല. മറ്റൊരു കാര്യത്തെക്കുറിച്ചും എനിക്ക് ചിന്തിക്കാനാവുന്നില്ല സിസ്റ്ററെ. അതുകൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ മാറ്റി വെച്ചേക്കുകയാണ്. ആ അമ്മയ്ക്ക് വേണ്ടി, ആ വീടിന് വേണ്ടി ഈ യുവാവ് ഒരു വെളിച്ചമായി അവിടെ തീരുകയാണ്, കത്തിത്തീരുകയാണ്. കത്തിത്തീരുന്നതനുസരിച്ച് അത് പ്രകാശം പരത്തിക്കൊണ്ടേയിരിക്കുന്നു. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇടവക്കാർക്കും എല്ലാം ഇത് ഒരു മാതൃകാ കുടുംബമാണ്. ഈ മകൻ്റെ ഈ അമ്മയോടുള്ള സ്നേഹവും ഈ കുടുംബത്തോടുള്ള ശുശ്രൂഷകളും ഒക്കെ മറ്റു പലർക്കും ഒരു മാതൃകയാണ്. അമ്മയെ കാണാൻ ചെല്ലുന്നവരും പ്രാർത്ഥിക്കാൻ ചെല്ലുന്നവരും മറ്റ് പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ടവരും ഒക്കെ വീട്ടിൽ ചെല്ലുമ്പോഴും മകൻ അമ്മച്ചിയുടെ അടുത്തുണ്ടാവും ശുശ്രൂഷ ചെയ്തുകൊണ്ട്. യേശു കുരിശിൽ പ്രകാശമായി, യേശു മനുഷ്യരക്ഷയ്ക്ക് മുഴുവനും വേണ്ടി അവിടെ കുരിശിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പ്രകാശമായി മാറി. നമ്മളുടെ ജീവിതങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോഴാണ് പ്രകാശമായി മാറേണ്ടത്. വീട്ടിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന ഒരമ്മ കുടുംബത്തിന് വേണ്ടി പ്രകാശമാവുകയാണ്. ഒരു 10,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് വീടിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി അല്ലെങ്കിൽ ഒരു ഭാര്യ, ഒരു ഭർത്താവ്, അവരാ വീടിന് വേണ്ടി വെളിച്ചമാകാൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ്. അവരുടെ ആരോഗ്യം ഇങ്ങനെ തീരുകയാണ്. ഈ ആരോഗ്യം തീരുന്നതനുസരിച്ച് വീടിന് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നമ്മുടെ വീടിന് വേണ്ടി, നാടിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഇല്ലായ്മ ചെയ്യപ്പെട്ട് പ്രകാശം പരത്തേണ്ട ജീവിതങ്ങളാണ് നമ്മുടെ ജീവിതങ്ങൾ. യേശു അങ്ങനെയാണ് കാൽവരിയുടെ വിരുമാറിൽ പ്രകാശമായി തീർന്നത്. അവനെ നോക്കിയവരൊക്കെ പ്രകാശിതരായി എന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. യേശുവിനെ നോക്കി എല്ലാവരും പ്രകാശിതരായി. അപ്പോൾ യേശുവിനെ നോക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികമായി നമുക്ക് വേണ്ടത്. ഒരു ജീവത്യാഗത്തിൻ്റെ, സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ ഒരു പ്രതിഫലനമുണ്ട് ഓരോ പ്രകാശത്തിലും. ഇതൊരു ഷൈൻ സംസ്കാരമാണോ എന്ന് സംശയമുണ്ട്. പിള്ളേരൊക്കെ പറയും, സിസ്റ്റർ ഞാനൊന്ന് ഷൈൻ ചെയ്യട്ടെ. ഒരു വീട്ടിൽ ചെന്നപ്പം 2 പിള്ളേർ അവർ കളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളെ കണ്ടവർ ഓടി വന്നിട്ട് മമ്മിയോട് പറയും, മമ്മി ഞങ്ങൾ സിസ്റ്റർമാരെ അടുത്തൊന്ന് ഷൈൻ ചെയ്യാൻ പോവുകയാണ്. നമ്മളൊക്കെ ഇന്ന് സ്വയം പ്രകാശിക്കാനായിട്ടുള്ള തത്രപ്പാടിൽ കാൽവരിയിലെ പ്രകാശം നമുക്ക് വളരെ മാതൃകാജനകമാണ്. സ്വയം പ്രകാശിക്കുന്നവന് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുക ബുദ്ധിമുട്ടാണ്. കർത്താവിൻ്റെ പ്രകാശം അവരിന് വേണ്ടി പ്രകാശമായി തീരുകയായിരുന്നു. കർത്താവിൻ്റെ തിരുവെഴുത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനത്തിൽ, അന്ധകാരത്തിൽ നടക്കാത്തവന് ജീവൻ്റെ പ്രകാശത്തിൽ നടക്കുവാനായിട്ട് സാധിക്കും. ജീവൻ്റെ പ്രകാശത്തിൽ നടക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അന്ധകാരത്തിലൂടെയുള്ള നമ്മുടെ യാത്രകളെ ഒന്ന് നമ്മൾ പുറകോട്ട് തട്ടി മാറ്റേണ്ടതായിട്ട് വരും. റോമാലേഖനത്തിൻ്റെ 13-ാം അധ്യായം 12-ാമത്തെ തിരുവചനം നമ്മൾ കാണുകയാണ്. നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. അന്ധകാരത്തിന് എതിരെയുള്ള ആയുധമാണ് പ്രകാശം. അന്ധകാരത്തിന് എതിരെയുള്ള ആയുധമായ ഈ പ്രകാശം നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കാൻ നമുക്ക് നല്ല മാതൃകകളാകാം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമുക്ക് ജീവിക്കാം. ദൈവം നമുക്ക് തരുന്ന അനുദിന ജീവിതത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്, ചില സഹനങ്ങളുണ്ട്, ചില സഹന വിഷയങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ
നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ സാക്ഷികളായി തീരുകയാണ് ചെയ്യുന്നത്. നല്ല മാതൃകകൾ നൽകിക്കൊണ്ട് കർത്താവെ, അങ്ങയുടെ വചനത്തിന് മുൻപിലേക്ക് ഞങ്ങളെ നീ സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനുണ്ട്. ആ സഹോദരന് എല്ലാ മാസവും 2 ദിവസം, ഒരു മാസത്തിൻ്റെ 2 ദിവസം എങ്ങനെ ഏതെങ്കിലുമൊക്കെ ആശുപത്രികളിൽ കൂടെ പോകും. കിടപ്പ് രോഗികളുടെ അടുത്ത് പോയി അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കും. കുളിപ്പിക്കുക, അതല്ലെങ്കിൽ അവർക്ക് ഷേവ് ചെയ്ത് കൊടുക്കാറുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക, ഒരു നേരത്തെ ഭക്ഷണം വേണമെങ്കിൽ അങ്ങനെ മേടിച്ചു കൊടുക്കുക, അരിയെ നിൽക്കുന്ന വീട്ടുകാരെ ഒന്ന് ഫ്രഷാകാൻ വീട്ടിലേക്ക് വിടണമെങ്കിൽ അങ്ങനെ വിടുക. അങ്ങനെ ഒരു മാസത്തിൻ്റെ 2 ദിവസം ഇപ്രകാരമുള്ള ശുശ്രൂഷകൾ സ്വയമായി ഏറ്റെടുത്ത് ഇദ്ദേഹം ശുശ്രൂഷ ചെയ്യുകയാണ്. അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട്, സിസ്റ്റർ, ഈ ഒരു മാസത്തിൽ ഈ 2 ദിവസം അത് എപ്പോഴെങ്കിലും അത്യാവശ്യം എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ കൂടെ ക്രമീകരിച്ചു കൊണ്ടാണ് ഞാൻ 2 ദിവസം എടുക്കുക. ഈ 2 ദിവസം എനിക്ക് തരുന്ന സന്തോഷം എത്ര അധികമാണെന്ന് എനിക്ക് വാക്കുകളിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ സഹോദരൻ്റെ ശുശ്രൂഷകൾ കാണുമ്പോൾ ആശുപത്രിയിൽ നിൽക്കുന്നവരും കിടപ്പ് രോഗികളുമായിട്ടുള്ളവർക്കും വലിയൊരു സന്തോഷമാണ്. ചാക്കോച്ചേട്ടൻ്റെ വരവിന് വേണ്ടി അവർ കാത്തിരിക്കുന്ന ഒരു അനുഭവമാണ്. എന്തിനാണ്? ഈ പ്രകാശത്തിൻ്റെ പ്രവൃത്തികൾ അവരന് കൊടുക്കുന്ന സന്തോഷം സ്വീകരിക്കുവാനായിട്ട്. കർത്താവ് നമുക്ക് തരുന്ന സന്തോഷം, പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ നമുക്ക് കരങ്ങളിൽ ഏറ്റെടുക്കുമ്പോൾ അത് പല രീതിയിലുള്ള ആയുധങ്ങൾ നമുക്ക് നമ്മുടെ കരങ്ങളിലെടുക്കാം. പാപത്തിൻ്റെ ആയുധങ്ങളെ നമുക്ക് അടിയറവ് വെച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ, നന്മയുടെ, വിശുദ്ധിയുടെ ആയുധങ്ങളെ കരങ്ങളിലെടുത്ത് നമുക്ക് ഈ ശുശ്രൂഷകളിലേക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കും. സാമുവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 22-ാം അധ്യായം 29-ാമത്തെ വചനം, അവിടെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവേ, അങ്ങ് എൻ്റെ ദീപമാണ്, എൻ്റെ ദൈവം, എൻ്റെ അന്ധകാരം അവിടുന്ന് അകറ്റുന്നു. കർത്താവേ, അങ്ങ് എൻ്റെ ദീപമാണ്. കർത്താവേ, അങ്ങ് എൻ്റെ ദീപമാണ്. കർത്താവിൻ്റെ ദീപമായി തീരാൻ, ഒരു വെളിച്ചമായി തീരാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും വെളിച്ചമായി തീരുകയാണ്. ഒരു വീടിന് വേണ്ടി ഒരമ്മയുടെ അധ്വാനം പ്രകാശം പരത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ ധ്യാനം വെച്ചപ്പോൾ ഒരു കുട്ടി സങ്കടത്തോടു കൂടി വന്നിട്ട് പറഞ്ഞു, സിസ്റ്റേ, എൻ്റെ അമ്മ മരിച്ചിട്ട് 1 വർഷമായി, മമ്മി മരിച്ചിട്ട് 1 വർഷമായി, ചേച്ചിയും ചേട്ടായിയും പപ്പയും ഞാനും, ഞങ്ങൾ ഇത്രയും പേര് വീട്ടിലുള്ളൂ. പക്ഷേ മമ്മി ഇല്ലാത്തതിൻ്റെ ആ ഒരു ദുഃഖം എത്ര എൻ്റെ പപ്പയോ ചേച്ചിയോ ചേട്ടായിയോ കാര്യങ്ങൾ ചെയ്താലും മമ്മയുള്ളിടത്തോളം അങ്ങോട്ട് എത്തുന്നില്ല. ചേച്ചി ഒരു ദിവസം ഭക്ഷണം പാകം ചെയ്തു, കറിയൊക്കെ ഉണ്ടാക്കി അത് ടേബിളിൽ കൊണ്ടുവച്ചു. ഇവർ അപ്പനും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുക. അന്നേരം ഈ കുഞ്ഞവൻ പറഞ്ഞു, മമ്മിയുടെ അത്ര ഈ കറി ഉണ്ടായിട്ടില്ല. ഉടനെ പപ്പ ഈ കൊച്ചിനോട് പറയാണ്, മമ്മി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റായിരുന്നു മോനെ, മമ്മി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റായിരുന്നു, ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു പ്രത്യേക സമ്മാനമായിരുന്നു മമ്മി. മമ്മിയുടെ ജീവിതം മുഴുവനും അതുകൊണ്ട് മമ്മി ഈ ലോകത്തു നിന്ന് വേർപിരിഞ്ഞു പോയാലും മമ്മിയുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് ഓർക്കാനും ആ പ്രകാശം നമുക്ക് സ്വീകരിക്കാനും ആ മാതൃക നമുക്ക് ഉൾക്കൊള്ളാനുമായിട്ടുണ്ട്. എന്നിട്ട് ആ കുഞ്ഞ് വന്ന് എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ആ ദുഃഖങ്ങളൊക്കെ ഞങ്ങളെ എല്ലാവരെയും ഒന്ന് വിട്ടുപിരിഞ്ഞ് പോകാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. വാസ്തവത്തിൽ എനിക്ക് ആ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ നല്ലൊരു സങ്കടം ഫീൽ ചെയ്തു. എത്ര നിഷ്കളങ്കനായിട്ടാണ് അവൻ വന്ന് പറയുന്നത്, സങ്കടം ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ നിന്ന് പോകാൻ. പക്ഷേ മമ്മി ജീവിച്ച കാലത്ത് ആ വീട്ടിൽ പരത്തിയ, ആ മമ്മിയിലൂടെ ദൈവം ആ വീട്ടിൽ കൊളുത്തി വെച്ച ആ പ്രകാശം ഇന്ന് മമ്മിയുടെ ഇല്ലായ്മയിലും ആ വീട്ടിൻ്റെ എല്ലാ രംഗങ്ങളിലും ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കൊക്കെ ഓരോ ഉത്തരവാദിത്തത്തിൻ്റെ മണ്ഡലങ്ങളും മേഖലകളും ഒക്കെ തന്നിട്ടുണ്ട്. എവിടെയാണോ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്, അടുക്കളയിലായിക്കൊള്ളട്ടെ, കിടപ്പുരോഗിയായിട്ട് കട്ടിലയിലായിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ ഒരു ഓഫീസ് വർക്ക് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു തൂപ്പുകാരിയുടെ ജോലി ആയിക്കൊള്ളട്ടെ, ഏത് ജോലിയാണേലും ആ ജോലിയിൽ ദൈവത്തിൻ്റെ സ്നേഹം കണ്ടുകൊണ്ട്, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആ ജോലി സ്ഥലത്ത് ആയിരിക്കുന്ന കർമ്മ മണ്ഡലങ്ങളിൽ തമ്പുരാൻ്റെ ഒരു കൊച്ചു നുറുങ്ങുവെട്ടമാകാൻ, ഒരു കൊച്ചു മെഴുതിരിയാകാൻ നമുക്ക് സാധിച്ചെങ്കിൽ അതെത്രയോ അനുഗ്രഹദായകമാണ്. നമ്മുടെ ഒരു കൊച്ചു വാക്കായിരിക്കും ചിലപ്പം
അവരുടെ ഹൃദയത്തിൽ പ്രകാശമായിട്ട് വീഴുന്നത്. ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു സഹോദരി പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എനിക്കിട്ട് അടിച്ചു. അതാണ് വലിയ സങ്കടവുമായിട്ട് വന്നതാണ്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മ എനിക്കിട്ട് അടിച്ചു. ശരിയാണ്, ഇവിടെ നല്ല ഇങ്ങനെ ചുമന്ന് തടിച്ച് കവിളിൻ്റെ ഒരു ഭാഗം കിടപ്പുണ്ട്, കൈവിരൽ പതിഞ്ഞതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ ആ സഹോദരിയെ ഞാൻ എല്ലാ വിഷയങ്ങളും കേട്ട് പ്രാർത്ഥിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു ദൈവികമായ സന്ദേശം എനിക്ക് തരികയാണ്. ഈ ഭർത്താവിൻ്റെ അമ്മ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു രോഗമുണ്ട്. ആ രോഗത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഈ മോൾക്കിട്ട് അമ്മ അടിച്ചത്. അപ്പോൾ ഞാൻ ആ മോളോട് ചോദിച്ചു, മോളെ, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേക അസുഖം വല്ലതും ഉണ്ടോ? അന്നേരം ഈ മോള് പറഞ്ഞു, ഉസ്തേ, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മമ്മിക്ക് സോഡിയം താഴുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു, ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആശുപത്രിയിലൊക്കെ പോയി അത് ക്ലിയറായി. ഞാൻ ആ മോളോട് പറഞ്ഞു, മോളെ, നിന്നോടൊരു പ്രത്യേക വിഷമം ഉണ്ടായിട്ട് അമ്മ ഒരിക്കൽ പോലും നിന്നോട് ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, നിന്നെ ഇങ്ങനെ അടിച്ചിട്ടില്ലല്ലോ, നിന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ലല്ലോ. അതാ രോഗാവസ്ഥ കൊണ്ട് അമ്മ എൻ്റെ മോളെ നിന്നോട് അങ്ങനെ ചെയ്ത്, നീ അത് അമ്മയോട് ക്ഷമിക്കണം, അതാ ദൈവം ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അതെല്ലാം മറന്ന് അമ്മയെ സ്നേഹിക്കുകയും ആ വീട്ടിൽ ഇവൾ നല്ലൊരു പ്രകാശമായൊരു മോളാണ്, ഏറ്റവും ഇളയ മകൻ്റെ ഭാര്യയാണ്, പ്രകാശം പരത്തി അവിടെ ജോലി ചെയ്യുകയാണ്. പക്ഷെ അമ്മയുടെ ഇപ്രകാരമുള്ള ഒരു പ്രവൃത്തികളിൽ മനസ്സ് നൊന്ത് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്ന ഒരു സഹോദരിയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് പുതിയ മോളായി അവിടുന്ന് എഴുന്നേറ്റ് വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സിസ്റ്ററെ, പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ അമ്മയോട് ക്ഷമിച്ചു കഴിഞ്ഞപ്പം എൻ്റെ അമ്മ, അതാ ഭർത്താവിൻ്റെ അമ്മ, ഇവളോട് പറഞ്ഞു, ഞാൻ നിന്നെ അടിച്ചു അല്ലേ? അവൻ എന്നോട് പറഞ്ഞു, അതായത് മകൻ അമ്മയോട് പറഞ്ഞു, അമ്മ അവക്കിട്ട് അടിച്ചു എന്നുള്ള കാര്യം. മോളെ, നീ എന്നോട് ക്ഷമിക്കണം, ഞാനിനി അത് ഒരിക്കലും നിന്നെ ഇങ്ങനെ അടിക്കുകയില്ല, ഞാനത് ആവർത്തിക്കുകയില്ല. അപ്പോൾ അവൾക്ക് വളരെ ഒരു സന്തോഷമായി. അവൾ ആ മനസ്സിൽ ക്ഷമിച്ചത് വീണ്ടും ഒരു അനുഗ്രഹത്തിൻ്റെ നിദാനമായി പ്രകാശത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിച്ചു. ക്രിസ്തുവിൽ വസിക്കുന്നവൻ, ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിലാവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിൽ ജീവിക്കാനുള്ള ഒരു വിളിയല്ല നമ്മുടെ വിളി, പ്രകാശത്തിൽ ജീവിക്കാനായിട്ടുള്ള ഒരു വിളിയാണ്. ഒരു കുഞ്ഞായിക്കൊള്ളട്ടെ, ഒരു ബാലനായിക്കൊള്ളട്ടെ, ഒരു യുവാവായിക്കൊള്ളട്ടെ, വൃദ്ധനായി ആരുമായിക്കൊള്ളട്ടെ, എങ്ങനെയും ആയിക്കൊള്ളട്ടെ, ആയിരിക്കുന്ന അവസ്ഥയിൽ യേശുക്രിസ്തുവിൻ്റെ പ്രകാശമാകുവാൻ, ഈ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ, ക്രിസ്തുവാകുന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, വെളിച്ചമായ മിശിഹായോട് പ്രാർത്ഥിക്കാം, അങ്ങയുടെ വെളിച്ചത്തിൻ്റെ പ്രവാഹകരായി ഞങ്ങളെ എല്ലാവരെയും മാറ്റണമേ എന്ന് വചനമായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് പ്രകാശിക്കാനും നമ്മുടെ പ്രകാശത്തിലൂടെ യേശുവിൻ്റെ പ്രകാശം അനേകർക്ക് എത്തിച്ചു കൊടുക്കാനും ഈ ഒരു കൊച്ചു ജന്മം കൊണ്ട്, ഈ ഒരു ചെറിയ ജീവിതം കൊണ്ട് നമുക്കെല്ലാവർക്കും സാധ്യതമാകട്ടെ. അതിന് വേണ്ട അനുഗ്രഹം വെളിച്ചമായ മിശിഹ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. വെളിച്ചമായ മിശിഹായെ, അങ്ങേ അനുഗമിക്കുന്നവൻ ഒരു നാളും അന്ധകാരത്തിൽ വസിക്കില്ല എന്ന് അവിടുന്ന് പറഞ്ഞല്ലോ. അവനിൽ നിത്യജീവൻ്റെ വെളിച്ചമുണ്ടായിരിക്കും. നിത്യജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളായിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ഓരോരോ മേഖലകളിൽ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരാൻ ഞങ്ങൾ കത്തി ഇല്ലായ്മ ചെയ്ത് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നവരാകുവാൻ വെളിച്ചദാതാവായി മിശിഹായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവം പ്രകാശമാകുന്നു. ആ പ്രകാശം ഞങ്ങൾക്കെല്ലാവർക്കും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും വെളിച്ചത്തിൻ്റെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ എന്നും നന്മ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.